Hello guys, welcome back to my YouTube channel, Bacalva. Rise in this kitchen where flavors surprise. Chop the garlic, dance with the zest. Bacalvo's magic, it's time for the quest. Oh, let the fire blaze, the dishes ignite. Cooking with passion, it feels so right. Stirring up love in every pot and pan. Bacalvo vibes, come join the clan. നമ്മുടെ ഇന്നത്തെ പരിപാടി മെക്സിക്കൻ ടൊമാറ്റോ റൈസ് വിത്ത് ബീഫ് ബിറിയ ഉണ്ടാക്കാൻ പോകുന്ന ഒരു മെക്സിക്കൻ ഡിഷാണ്. അപ്പോൾ ഞാനിവിടെ UK വന്നപ്പോൾ ഒരു 3 years ബാക്ക് ആദ്യം വന്നപ്പോൾ ഞാൻ നമ്മുടെ നാട്ടിലത്തെ ബീഫിൻ്റെ ടേസ്റ്റ് അന്വേഷിച്ച് നടന്നിരുന്നു. ഇവിടുത്തെ ഒറ്റ ബീഫുകൾക്കും നമ്മുടെ നാട്ടിലത്തെ ടേസ്റ്റ് കിട്ടണില്ല. അപ്പോൾ എന്നോട് അന്നൊക്കെ ആൾക്കാർ പറയായിരുന്നു നമ്മുടെ അൽദിയിലത്തെ ബീഫ് അടിപൊളിയാണ്. അപ്പോൾ ഇത് പിന്നീട് ഞാൻ അൽദിയിൽ നിന്നാണ് ബീഫ് വാങ്ങാറ്. അപ്പോൾ ഇതാണ് നമ്മുടെ അൽദിയിലത്തെ ബീഫ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഇന്നത്തെ പരിപാടി. ലെറ്റ്സ് ഡു ദിസ്. അപ്പോൾ നമ്മൾ ബീഫ് കുറച്ച് വലിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം ആദ്യം ചെയ്യണേ. ഇത്ര വലിയ പീസ് ആവണമെന്നില്ല, ഏകദേശം ഇത്ര പോകുന്ന പീസുകളാക്കിയാൽ മതി. കട്ട് ചെയ്ത് വെച്ച ബീഫിൽ നമ്മൾ ഉപ്പിടുന്നു, അതുപോലെ കുരുമുളക്. ഇനി ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് ഒന്ന് പാൻ ഫ്രൈ ചെയ്തെടുക്കും. അതിന് ശേഷമാണ് നമ്മുടെ കിടിലൻ പരിപാടികൾ. ലെറ്റ്സ് ഡു ദിസ്. നമ്മുടെ ബീഫ് ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് എന്തൊക്കെയാണ് യൂസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ഞാനൊന്ന് ചെറുതായിട്ട് പറഞ്ഞുതരാം, നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ അതിലേക്ക് എടുക്കുന്നത് ഗാർലിക്, അതുപോലെ തന്നെ ബേ ലീവ്സ്, ഒലിവ് ഓയിൽ, പിന്നെ കുറച്ച് വൈറ്റ് ഒനിയൻ, പിന്നെ ടൊമാറ്റോ, പിന്നെ കുറച്ച് ആൻജോ ചില്ലീസ്. അപ്പോൾ ഇത് ഒരു കൈൻഡ് ഓഫ് ചില്ലീസാണ്. സ്പൈസിയാണ്, മീഡിയം സ്പൈസി എന്ന് പറയാം നമുക്ക്. പക്ഷേ ഇത് ഭയങ്കര ടേസ്റ്റിയാണ്. ഇതാണ് മെക്സിക്കൻസ് ഉപയോഗിക്കുന്ന അവരുടെ ബീഫിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതെല്ലാം ചേർന്നിട്ട് മിക്സ് ചെയ്തിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ വേട്ട തന്നെ പെടാ. അപ്പോൾ ആദ്യമായിട്ട് കുറച്ച് ഒലിവ് ഓയിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ ബീഫ്. അപ്പോൾ സാധനം നൈസായിട്ട് റെഡി ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ സൈഡ് ഇങ്ങനെ മറച്ചിട്ട് കൊടുക്കുകയാണ്. കളർ നോക്ക്, കളർ. ബീഫ് നല്ല അടിപൊളിയായിട്ട് പാൻ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് എല്ലാ സാധനങ്ങളും ഇട്ടിട്ടൊന്ന് ബോയിൽ ചെയ്യും. എന്നിട്ട് നമ്മളത് മിക്സിയിൽ അടിച്ചിട്ട് ഇവനൊന്ന് സെറ്റ് ചെയ്തിട്ട് മിക്സ് ചെയ്യണം. ബെഴിയ റെഡി. അപ്പോൾ പിന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മളിത് ബോയിൽ ചെയ്യാൻ പോവാണ്. അപ്പോൾ നന്നായിട്ട് ബോയിലായിട്ട് വന്നിട്ടുണ്ട്. ടൊമാറ്റോ ഒക്കെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്, ഉള്ളിലേക്ക് സെറ്റായിട്ടുണ്ട്, നമ്മൾ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ നേരെ എടുത്ത് മിക്സിയിലിട്ട് ഒരു പൂശാൻ പോവാണ്. കിട്ടി. അപ്പോൾ നമ്മളത് നന്നായിട്ട് അരിഞ്ഞു വന്നിട്ടുണ്ട്. നമ്മുടെ ബീഫിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ പരിപാടി നമ്മൾ അരി കൊണ്ടാണ് പരിപാടി. അപ്പോൾ നമ്മൾ അടുത്തത് അരി വെച്ച് ചെയ്യാൻ പോകണം. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു 10 മിനിറ്റ് നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. നമ്മളിത് നേരെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. അതിന് ശേഷമാണ് മിക്സിങ്. അപ്പോൾ നമ്മൾ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബീഫ് എന്തെങ്കിലും ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബീഫ് കുക്കറിലിട്ടിട്ട് വേവിക്കുകയാണ്. എന്നാലാണ് നമുക്കിത് പുൾഡ് ബീഫാക്കിയിട്ട് മാറ്റാൻ പറ്റുള്ളൂ. ഞാൻ ബീഫ് ഇടാൻ പോവാണ്. ഇട്ടോണ്ടിരിക്കുകയാണല്ലോ, വേണമെങ്കിൽ കുറച്ച് നീട്ടോ.
ബീഫ് നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് കുക്ക് ചെയ്യാൻ പോവാണ്. എൻ്റെ അസിസ്റ്റൻ്റാണ് ഗുയ്സ്. പരി സെറ്റായിട്ട് ഗുയ്സ്. അപ്പോൾ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മളിങ്ങനെ അരി ഇട്ടുകൊണ്ടിരിക്കുക. അതിൻ്റെ കൂടെ നമ്മുടെ ബീഫും റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചിട്ട്, അപ്പോൾ ഗുയ്സ് നമ്മളിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുകയാണ്. നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഇതിനെക്കാട്ടി ഒരു പൊടിക്ക് ഇതേ ഇത്രത്തോളം വെള്ളം മതിയായിരിക്കും. കാര്യം വിട്ടിട്ട് സെറ്റായിരിക്കും. കുറച്ചുകൂടെ വെള്ളം ഒഴിക്കാം. നമ്മുടെ മെക്സിക്കൻ റൈസിന് വേണ്ടിയിട്ടുള്ള മിക്സ് ഉണ്ടാക്കാം. അതിന് ടൊമാറ്റോ, പിന്നെ ഒരു മുളക്, ഉള്ളത് വെച്ച് ഓണം പോലെ കേട്ടാ. ഇനിയിപ്പോൾ അതിന് മുഴുവൻ ഞാൻ ചാറ് വാങ്ങാം. അല്ലോ ടൊമാറ്റോ. അപ്പം എന്നിട്ട് ടൊമാറ്റോ ഇട്ടു, മുളക് ഇട്ടു. പിന്നെ നമുക്ക് വേണ്ടത് ഒനിയൻ വേണം, ഒരു ഗാർലിക് ഇനഫ്, പിന്നെ കുറച്ച് ഗാർലിക്, പിന്നെ കുറച്ച് ഒലിവ് ഓയിൽ. മറന്നുപോയി. എന്താ നമ്മൾ മറന്നുപോയത്? സാൾട്ട്. ഉപ്പ കേട്ടക്കട്ടെ. അപ്പോൾ നമ്മളിത് മിക്സ് ചെയ്യാൻ പോവാണ് ഗുയ്സ്. നോക്കണില്ലേ ഗുയ്സ്? മിക്സി വാങ്ങേണ്ടി വരും. ഉണ്ടായിരുന്നു. പണ്ട് നമ്മള് നമ്മുടെ അമ്മമാര് വീട്ടിലുണ്ടല്ലേ, നമ്മള് വെറുതെ എന്നിട്ട് അമ്മ എനിക്ക് മറ്റേ സ്കൂളിൽ നിന്ന് ടൂർ പോകാൻ കാശ് വേണമെന്നൊക്കെ പറയുമ്പോൾ അമ്മ വീട്ട് എന്ത് പോയി ചോദിച്ചാലോ അത് അപ്പോൾ ഉണക്കും. അപ്പൊ പിന്നെ ഇതിന് മറുപടി പറയട്ടില്ല. നിങ്ങളവിടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബീഫ് ഫുഡ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് പൊളിയല്ലേ സിദ്ധേ വാടാ നോക്കടാ. ഇങ്ങനെ നമുക്കിങ്ങനെ ഞെക്കുമ്പോൾ ഈ സാധനം ഇങ്ങനെ പുൾഡായിട്ട് വരണം. അപ്പോഴാണ് കറക്റ്റ് ബീഫ് സെറ്റായി. ഞാനിത് നന്നായിട്ട് സ്മാഷ് ചെയ്ത് നമ്മുടെ പുൾഡ് ബീഫ് ആക്കിയിട്ടുണ്ട്. കണ്ടോ? നൈസ്. അപ്പോൾ നമ്മൾ അതൊരു ബൗളിലേക്ക് ഇങ്ങനെ പൂശിയാണ് ഗുയ്സ്. അപ്പോൾ ഗൈസ് നമ്മുടെ ബീഫ് റെഡി ആയിട്ടുണ്ട്, നമ്മുടെ ബീഫ് മിക്സ് റെഡി ആയിട്ടുണ്ട്, അതുപോലെ നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്, റൈസിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ബീഫ് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മൾ ഉണ്ടാക്കിയേക്കണ നമ്മുടെ സൂപ്പർ മിക്സ്. അപ്പോൾ ഇത് നമ്മൾ ബീഫിലേക്ക് ഇങ്ങനെ മിക്സ് ചെയ്യാണ്. ഇതാണ് ബീഫ് ബിരിയാണി. അല്ലാടാ ബീഫ് ബിരിയാണി. ഓ എന്താ കളറല്ലേ. സെറ്റായിട്ടുണ്ട്. ലുക്ക് അറ്റ് ദിസ് ബീഫ്. വാവ് സെറ്റായിട്ടുണ്ട് ഗോയ്സ്. അപ്പോൾ ഇത് കുറച്ച് പോർക്ക് ബെല്ലിയാണ്. അപ്പോൾ ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് കുറച്ച് പാൻ ഫ്രൈ ചെയ്തിട്ട് നമ്മുടെ മെക്സിക്കൻ റൈസിൻ്റെ ടോപ്പിലിടാനാണ്. ഇതൊരു പ്രത്യേക ഫ്ലേവർ തരും റൈസിന്. എനിക്കിതിൻ്റെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ പോർക്ക് ബെല്ലിയുടെ പീസസ് സെറ്റായിട്ടുണ്ട്. റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മിക്സ് ഇനി നമ്മളിത്
ഇതിലേക്ക് കുറച്ച് ബേക്കൺ നമ്മൾ ടോപ്പ് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് മിക്സ്. അപ്പോൾ ഗൈസ് നമ്മുടെ ഫുഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് മെക്സിക്കൻ റൈസ് വിത്ത് ബീഫ് ബിരിയാണി. Feel the heat, the flames arise. In this kitchen where flavors surprise. Chop the garlic, dance with the zest. അപ്പോൾ നമ്മുടെ ഗഡികൾ, നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ ടീം എല്ലാവരും കൂടി ഉണ്ട്. നമുക്ക് അവരെ വിളിക്കാം. ഇത് ടേസ്റ്റിംഗ് ടൈമാണ് ഗൈസ്. വാ. അപ്പോൾ സിദ്ധാർത്ഥിന് നിങ്ങൾക്ക് എല്ലാവർക്കും ഓൾറെഡി അറിയാമെന്ന് വിചാരിക്കണം. കഴിഞ്ഞ നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ദിൽഷ നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്താണ്. ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്താണ്. നമ്മളിവിടെ ഫസ്റ്റ് ടൈമാണ്. പിന്നെ ഇത് മായയുടെയും ഫസ്റ്റ് വീഡിയോ ആണ്. ഇത് ഫസ്റ്റത്തെ വീഡിയോ ആണ് മായ ഫ്രൈമിലേക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം ടേസ്റ്റ് ചെയ്യുന്നത് ആരാ? അപ്പോൾ സിദ്ധാർത്ഥ് ആദ്യം ടേസ്റ്റ് ചെയ്യുന്നതാണ് പറഞ്ഞത്. അപ്പോൾ പടക്കി എങ്ങനെയുണ്ട്? സ്പൈസി ആണോ സെറ്റാണോ ഇഷ്ടമാണോ? നീ ആദ്യമായിട്ട് ട്രൈ ചെയ്യണമെന്നുണ്ട്. ബിരിയാണി അടിപൊളി സൂപ്പറായിരിക്കും. അപ്പോൾ അടുത്തത് നമ്മുടെ ദിൽഷ ടേസ്റ്റ് ചെയ്യും. ദിൽഷ കമോൺ സ്പൂൺ. ബീഫൊക്കെ കൂട്ടി അങ്ങനെ എടുക്കണേ. ഓക്കെ ആവശ്യത്തിന് സ്പൈസി, ഉപ്പ് എല്ലാം സെറ്റാ, നല്ല സൂപ്പറാ. ഞാൻ കുറച്ച് ലൈം എടുത്തിട്ട് പിഴിഞ്ഞിട്ട് കുറച്ച് ബീഫ് എടുത്ത് ഇങ്ങനെ വെച്ച് മിക്സ് ചെയ്തിട്ടുണ്ടല്ലോ. ഇങ്ങനെ ഇങ്ങനെ അടിപൊളി സൂപ്പർ. അതെടുത്ത് കയ്യിൽ ഇതിങ്ങനെ ചോറ് പോലെ ഉരുട്ടി ഉരുട്ടി തിന്നാൻ കൊതിയാവും. കുറച്ച് കുറച്ച് എന്തിനാ ഈച്ചയ്ക്ക് വരെ എൻ്റെ ഫുഡ് കഴിക്കാൻ കൊതിയാണ്. ഇഷ്ടപ്പെട്ടില്ലേ? എന്തായാലും ചിരിക്കുന്നത്. അതെ വേണ്ട വേണ്ട അതല്ലേ തൃശ്ശൂർക്കാർക്ക് ഇച്ചിരി ഇഷ്ടമായിരുന്നു. അതെന്താ തൃശ്ശൂർക്കാർക്ക് എന്താ ഞാൻ ഇഷ്ടമല്ലേ? അപ്പോൾ നമ്മുടെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു വെറൈറ്റി ഡിഷുമായി ഞങ്ങൾ വീണ്ടും വരും. ബക്കാലോ. എവിടെ കൊണ്ട് വെച്ചേക്കള ഇല്ല ഞാൻ വിചാരം ഇളക്കല്ലേ ഇളക്കല്ലേ. ദിൽഷ നീ പറയടി. ഇത് ഡാനല്ല, ഇത് ടെസ്റ്റാ. നീ പറയ്. കേക്ക് ഉണ്ടോ? നിന്റെ വീടൊന്നിട്ടാ. പക്ഷെ നിന്റെ പേരെന്നിട്ടാ? ഫുൾ നെയിം പറയും.